എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ടോപ്പ് ബ്രോക്കറേജസ് 61% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് 7 സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ FII ഹോൾഡിങ്സ് വർദ്ധിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അതായത് 9 months ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് FII ഹോൾഡിങ്സ് വർദ്ധിച്ചു വരുന്ന ഓഹരികൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി ഇന്ത്യ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ടോപ്പ് ബ്രോക്കറേജസ് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ആ ഹോട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ് ഓറിയൻ പ്രോ സൊല്യൂഷൻ. ഈ സ്റ്റോക്ക് ഇന്ന് 10% ഉയർന്നിട്ടുണ്ട്. ഇനിയും നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ചോയ്സ് ഇക്വിറ്റി ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 1250 ആണ് ടാർഗറ്റ്. 61% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവര് ട്രാൻസാക്ഷൻ ബാങ്കിങ് പ്ലാറ്റ്ഫോം, അതുപോലെ കസ്റ്റമർ എക്സ്പീരിയൻസ്, സ്മാർട്ട് സിറ്റി ഈ ഒരു സൈബർ സൊല്യൂഷനിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിങ്, ഫിൻടെക് ആ ഒരു മേഖലയിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റോക്ക് നോക്കാം. അജ്മേറ റിയാലിറ്റി ആൻഡ് ഇൻഫ്രാ ഇന്ത്യ. ഈ ഒരു സ്റ്റോക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കാണ്. 150 rupeesന് താഴെ നല്ല ഒരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് yielding സ്റ്റോക്ക് കൂടിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് 175 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 44% വരെ പോകുമെന്ന് ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് അജ്മേറ റിയാലിറ്റി. ഈ ഒരു റിയാലിറ്റി സെക്ടറിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ, എന്നാൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് തേർഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ്. ഈ ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഈ സ്റ്റോക്ക് ഇന്ന് 2% കയറിയിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോക്കിന്റെ ടാർഗറ്റ് വരുന്നത് 2240. 32% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾക്കെല്ലാം എപ്പോഴും ഡിമാൻഡ് ഉള്ളത് കാരണം ഈ സ്റ്റോക്ക് പിന്നെ ഫിനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിൽ ലീഡിംഗ് ആണ്. ടോപ്പ് മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിനും ഷോർട്ട് ടേമിനും ഒക്കെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് ലൂമാക്സ് ഓട്ടോ ടെക്നോളജീസ്. ഈ ഒരു സ്റ്റോക്കാണ് 1675 rupeesല് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഇപ്പൊ 2% കയറിയിരിക്കുകയാണ്. ഈ ഒരു സ്റ്റോക്ക് 2150 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് രവിയാണ് ഈ ഒരു സ്റ്റോക്ക് 31% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ടാർഗറ്റ് ഡിവിഡൻഡ് yielding ഉള്ള ഒരു സ്റ്റോക്കാണ്. വാല്യുവേഷനും കൊള്ളാം. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE കുറവ്, പിന്നെ ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അത് ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ, എന്നാൽ നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് മഹാനഗർ ഗ്യാസ്. മഹാനഗർ ഗ്യാസ് ഇന്ന് 3.80% കയറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കും ഉയരാൻ സാധ്യതയുണ്ട്. 1390 വരെ പോകും. മോത്തിലാൽ ഒസ്വാൾ ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 27% വളർച്ചാ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഇത് ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെ 5th ലീഡിംഗിൽ നല്ല ഒരു ഹൈ ഡിവിഡൻഡ് yielding സ്റ്റോക്ക് കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് സെറാസ് സാനിറ്ററി വെയർ. ഇത് കുറച്ചൊരു പ്രൈസി സ്റ്റോക്കാണ്, ബട്ട് എന്നാലും നല്ലൊരു സ്റ്റോക്കാണ്. 6247 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 7429 20% വരും. പ്രഭുദാസ് ലീലാധർ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എപ്പോഴും നിയറസ്റ്റ് ടാർഗറ്റ് എടുക്കുക 6325 അല്ലെങ്കിൽ 350 ആ ഒരു റേഞ്ച് ഫോക്കസ് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെലിവറി ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ് 500 rupeesന് താഴെയുള്ള സ്റ്റോക്കാണ്. പക്ഷെ ഇത് ഡിവിഡൻഡ് yielding സ്റ്റോക്ക് അല്ല. ഈ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ടേമിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് 517 വരെ പോകും. 18% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന്
ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ലോജിസ്റ്റിക്സ് അതുപോലെ പാർസൽ ആ ഒരു മേഖലയിലൊക്കെ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ആൻഡ് സെക്കൻഡ് ലീഡിംഗ് ആയിട്ട് വരുന്ന ഗ്രോയിങ് സ്റ്റോക്ക് കൂടിയാണ് ഈ സ്റ്റോക്ക്. അപ്പൊ ഈ ഒരു 7 സ്റ്റോക്കുകളാണ് ഹോട്ട് പിക്സിൽ ടോപ്പ് ബ്രോക്കറേജസ് ഇനി വരുമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് 9 മാസങ്ങളായിട്ട് വിദേശ ഭീമന്മാർ ചേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഓരിയം ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ഒരു വർഷത്തിനുള്ളിൽ 57 to 115% വരെ റാലി വന്നിരിക്കുന്ന FISന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. അത് ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക് വെർണോവ ആൻഡ് ഈ സ്റ്റോക്കാണ്. അപ്പൊ ഇന്നിപ്പോ ഇടിഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാലും ഈ ഒരു സ്റ്റോക്കിന്റെ FIA ഹോൾഡിംഗ് നിങ്ങൾ നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉയർന്നു വരികയാണ്. അതിൽ ജൂൺ മാസം മുതൽ നോക്കാം 14.49, ജൂൺ മാസം മുതലല്ല ഏകദേശം 14.49%. ജൂൺ മാസം, സെപ്റ്റംബറിൽ 16.15 ആയിട്ടുണ്ട്, ഡിസംബറിൽ 18.46, മാർച്ചില് 20.39. അങ്ങനെ അടുപ്പിച്ച് ഉയർന്ന ഒരു സ്റ്റോക്കാണ്. ഒരു വർഷത്തിൽ മാത്രം 115% ആണ് നേട്ടം വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് നാഷണൽ അലുമിനിയം കമ്പനി, ഈ ഒരു സ്റ്റോക്കാണ്. സോ ഇവരുടെയും 1 ഇയർ റിട്ടേൺ 102%. FIA ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ആ ജൂൺ മാസം മുതൽ നോക്കിയാൽ 15.06%, പിന്നെ 16.22%, 19.67, ഇപ്പൊ 22 ലാസ്റ്റ് മാർച്ച് ക്വാർട്ടറിൽ 22.27% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. തേർഡ് സ്റ്റോക്ക് വരുന്നത് ഹിറ്റാച്ചി എനർജി ഇന്ത്യ, ഈ ഒരു സ്റ്റോക്കാണ്. ഇത് നല്ലൊരു പ്രൈസി സ്റ്റോക്കാണ്. അപ്പൊ ഈ സ്റ്റോക്കും 1 ഇയറിൽ മാത്രം 102% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. ഇവരുടെയും FIA ഹോൾഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് 7.19% നിന്ന് 9.67% സെപ്റ്റംബറിൽ, ഡിസംബർ മന്ത് 10.69%, മാർച്ചിൽ 11.68% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് APAR ഇൻഡസ്ട്രീസ്, ഈ ഒരു സ്റ്റോക്കാണ്. APAR ഇൻഡസ്ട്രീസ് 15,973. ഇത് അഗൈൻ ഇതൊരു പ്രൈസി സ്റ്റോക്കാണ്. ബട്ട് 1 ഇയറിൽ 91% റിട്ടേൺസ് തന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇവരുടെയും FIA ഹോൾഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണെന്ന് പറയാം. ജൂൺ മാസം 9.06%, സെപ്റ്റംബറിൽ 9.24%, ഡിസംബറിൽ 9.35%, മാർച്ചില് 9.38% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് കമിൻസ് ഇന്ത്യ. ഓക്കെ, കമിൻസ് ഇന്ത്യയാണ് 5ാമത്തെ സ്റ്റോക്ക്. കമിൻസ് ഇന്ത്യ 1 ഇയറിൽ 69% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. കമിൻസ് ഇന്ത്യയുടെയും FIA ഹോൾഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 17.50, പിന്നെ സെപ്റ്റംബറിൽ 18.35 ആയിട്ടും, ഡിസംബറിൽ 19.42, മാർച്ചിൽ 20.77 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. പിന്നെ വരുന്ന സ്റ്റോക്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇത് 6ാമത്തെ സ്റ്റോക്കാണ്. 276 ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കാണ്. 300 റുപ്പീസിന് താഴെ നല്ലൊരു ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്ക് കൂടിയാണ്. അപ്പൊ ഈ സ്റ്റോക്ക് 1 ഇയറിൽ തന്നിരിക്കുന്ന റിട്ടേൺസ് 61%. ഇവരുടെയും FIA ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ മുതൽ നോക്കിയാൽ 8.08% നിന്ന് 9.69% വരെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ, ഈ ഒരു സ്റ്റോക്ക്. ഇതും കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്. 7,274 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1 ഇയറിൽ റിട്ടേൺസ് 61% ആണ് ഈ ഒരു സ്റ്റോക്കിന്. ഇവരുടെ FIA ഹോൾഡിങ്സ് നിങ്ങൾ നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ജൂൺ മാസം മുതൽ 21.55 ഉണ്ടായിരുന്ന സ്റ്റോക്ക് മാർച്ച് 2026 23.78 ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് പോളിക്യാബ് ഇന്ത്യ. സോ പോളിക്യാബ് ഇന്ത്യയും 1 ഇയറിൽ 58% റിട്ടേൺസ്. ഇതും നല്ല പ്രൈസി സ്റ്റോക്കാണ്. 9,558 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെയും FIA ഹോൾഡിങ്സ് 11.45% നിന്ന് പിന്നെ 13.96,
14.82, പിന്നെ 18.21. നല്ല ഒരു വർധനവാണ്. FII ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിരിക്കുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ചെക്ക് ചെയ്താൽ മതി. ജൂൺ മാസം മുതൽ മാർച്ച് മാസം വരെ നല്ല ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഹിൻഡാൽകോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് 1013 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 57% ആണ് 1 ഇയറിൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺസ് തന്നിരിക്കുന്നത്. അതായത് 651 റുപ്പീസിൽ നിന്നാണ് 1021 റുപ്പീസ് വന്നിരിക്കുന്നത്. ഇവരുടെ FII ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. FII ഹോൾഡിങ്സ് നോക്കിയാൽ ജൂൺ മാസം മുതൽക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് നമുക്ക് കാണാം. ജൂൺ മാസം 27.60, പിന്നെ സെപ്റ്റംബറിൽ 28.13, ഡിസംബറിൽ 28.616, മാർച്ചിൽ 29.96% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു 9 സ്റ്റോക്കുകളാണ് നമ്മൾ 9 months ആയിട്ട് ഈ ഒരു നല്ല ഒരു FII ഹോൾഡിങ്സ് ചേസ് ചെയ്ത് റാലി തന്നിരിക്കുന്ന സ്റ്റോക്കുകൾ, FIIയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാല് മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ പ്ലേലിസ്റ്റില് ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസും ഉണ്ട്. 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അപ്പൊ അതിനു മുന്നേ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് നൽകുന്ന കോൾസ് ലഭിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.